ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷനുകളിൽ ഒന്നായ നാടൻ കടലക്കറിയാണ്. ഈ വീഡിയോയിൽ ഒരുപാട് ടിപ്സ് ഞാൻ തരുന്നുണ്ട്, അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണേ. ഐ എം സീന, വെൽക്കം ടു മൈ ചാനൽ. ഇതിനായി ആദ്യം നമ്മൾ 2 കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് 5-6 പേരുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് അത്രയും കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തത്. അത് തലേദിവസം ഓവർനൈറ്റ്, അതായത് ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം സോക്ക് ചെയ്യാൻ വെക്കണം. സോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് മുകളിൽ ഒരു പത പൊങ്ങി വരുന്നതാണ്. അത് നല്ലപോലെ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പത ഇങ്ങനെ വരത്തുള്ളൂ. ഇത് നമുക്ക് വീണ്ടും ഒന്നും കൂടെ കഴുകിയെടുക്കണം. ഒരു കാര്യം ഓർക്കേണ്ടത്, ഇത് കുതിരാൻ വെക്കുമ്പോൾ വലിയ ബൗളാണ് എടുക്കേണ്ടത്, ഇല്ലെങ്കിൽ ഇത് കുതിർന്ന് പൊങ്ങുമ്പോൾ അത് ഓവർഫ്ലോ ചെയ്യും. അതുകൊണ്ട് വലിയ ബൗളെടുക്കാൻ ശ്രദ്ധിക്കുക. പുട്ട്, അപ്പം, ഇടിയപ്പം, ചപ്പാത്തി ഇവയോടൊക്കെ ഒരുപോലെ ചേർന്ന് പോകുന്ന രുചികരമായ ഈ കടലക്കറി വീട്ടിലെ സാധാരണ ചേരുവകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. കടല കുക്കറിലോട്ട് മാറ്റാം. അതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ശേഷം തക്കാളി ചെറുതായി അരിഞ്ഞതും നീളത്തിലരിഞ്ഞ 2 പച്ചമുളകും ലേശം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കടല മൂടി നിൽക്കുന്ന പരുവത്തിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 5-8 വിസിൽ, ഞാനൊരു 20 മിനിറ്റോളം കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സാധാരണ കടല വെക്കുമ്പോൾ ഞാൻ ഒരു 20 മിനിറ്റ് വെക്കാറുണ്ട്, കടലയും ബീഫും ഒക്കെ. കാരണം അത് നല്ലതുപോലെ വെന്തുകൊണ്ട് എന്നാൽ കുഴഞ്ഞു പോകത്തുമില്ല. നിങ്ങൾക്കത് കാണാൻ പറ്റും. അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പെരുംജീരകം പൊടി 1 ടീസ്പൂൺ, ഗരം മസാല പൊടി 1.5 ടീസ്പൂൺ. ഗരം മസാല പൊടിക്ക് പകരം ഹോൾ സ്പൈസസ് എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയെടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ അതിന് പകരം ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എടുക്കാവുന്നതാണ്. അളവ് ഇതേപോലെ തന്നെ 1.5 ടീസ്പൂൺ മതി. ഇനി താളിക്കാൻ വേണ്ട സാധനങ്ങൾ: വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, അതിനാണ് നല്ലൊരു ഗുണവും മണവും ഒക്കെ ഉള്ളത്. കേരള ഡിഷസ് സാധാരണ നമ്മൾ വെളിച്ചെണ്ണ വെച്ചാണ് ഉണ്ടാക്കാറുള്ളത്. കടുക് 1.5 ടീസ്പൂൺ, ചെറിയ ഉള്ളി 1 പിടി, ഒരു 10-12 നൈസായി അരിഞ്ഞത്, ചുമന്ന വറ്റൽമുളക് 2ആയി മുറിച്ചത് 2, കറിവേപ്പില 2 തണ്ട്. ഈ റെസിപ്പിയിൽ കടല നന്നായി വേവിക്കുന്നതും മസാലകൾ ശരിയായ രീതിയിൽ വറുത്തെടുക്കുന്നതും കറിക്ക് ആ തനത് കേരള രുചി ലഭിക്കുന്നതിന് എല്ലാ ടിപ്പുകളും ഞാൻ വിശദമായി പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. നമുക്കിത് കുക്കർ ആവശ്യത്തിന് എയർ പ്രഷർ കംപ്ലീറ്റ് മാറിയതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ വേവ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതിനായിട്ട് ഒരു കടല എടുത്ത് ഒന്ന് അമക്കി നോക്കി കൊടുക്കാം. അമക്കുമ്പോൾ നല്ലതുപോലെ അമങ്ങി വരുന്നുണ്ടെങ്കിൽ ഇത് കടല നല്ലതുപോലെ വെന്തു എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷണം. അതിനുശേഷം നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഈ കടല ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട്, അത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. മിക്സിയുടെ ചെറിയ ബൗൾ എടുത്തിട്ട് ഒരു 2-3 സ്പൂൺ കടല നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ അരച്ചെടുത്താൽ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ കുറുകി വരുന്നതാണ്. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ച്, ഞാൻ ഈ പരിപാടി ചെയ്യാറുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ എണ്ണ എല്ലായിടത്തോട്ടും തെറിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു അടുപ്പ് വെച്ച് അടയ്ക്കാറുണ്ട്. അതിനുശേഷം കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഞാൻ നിർത്ത് മാറ്റും. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ഇത് പക്ഷേ ക്ലീൻ ചെയ്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? കടുകെല്ലാം പൊട്ടിയതിന് ശേഷം നമുക്ക് നൈസായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുമന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതാണ് ഈ കടലയുടെ പ്രത്യേക ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ഇച്ചിരി ഏറെ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. സാധാരണ കടുക് വറുക്കുന്ന അളവിലല്ല ചുമന്നുള്ളി എടുത്തിരിക്കുന്നത്. അതിച്ചിരി ഒരു പിടി, ഒരു 10-15 എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കൊരു തുള്ളി ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് നമുക്കിത് അത് കണ്ടില്ല അതുപോലെ മൂപ്പിച്ചെടുക്കണം.
അത് മൂപ്പിച്ചെടുക്കാൻ ഉപ്പ് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 2 വറ്റൽമുളക് 2ആയി കീറിയത് ചേർത്ത് കൊടുത്ത് മൂപ്പിക്കണം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി അത് മൂത്ത് വരുമ്പോൾ നമുക്ക് ബാക്കി മസാലപ്പൊടികളെല്ലാം ചേർക്കേണ്ടതാണ്. ആദ്യം നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഒന്നിളക്കി ശേഷം അതിന് ശേഷം മല്ലിപ്പൊടി ചേർക്കണം. എപ്പോഴും അങ്ങനെ മാത്രമേ ചെയ്യാവുള്ളൂ. മസാലകളെല്ലാം ഒന്നിച്ച് ചേർക്കരുത്. ഇതിനൊക്കെ പച്ചക്കുത്തുണ്ട്. എസ്പെഷ്യലി മഞ്ഞൾപ്പൊടിക്കും മല്ലിപ്പൊടിക്കും ഒരു പച്ചക്കുത്ത് കാണും. അതൊന്ന് മൂത്ത് വരുന്നതിന് ശേഷമാണ് ബാക്കി മസാലപ്പൊടികൾ ചേർക്കേണ്ടത്. ഒന്നിളക്കി അതിന് ശേഷം നമുക്ക് ചുമന്ന മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം എല്ലാം കുറച്ച് നേരം ഒന്ന് ഇളക്കിയാലും മതി. അതിനുശേഷം ബാക്കി മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ പിന്നെ ചേർക്കുന്നത് തികയാത്തതിന് വന്നതിന് ശേഷം ഒരു കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനിയും ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം മെഷർമെൻറ്റ്സും നിങ്ങളുടെ ടേസ്റ്റ് ബഡ്സിനനുസരിച്ച് കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. പെരിഞ്ജീരകവും ഗരം മസാലയും കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൂടെ പെരിഞ്ജീരക പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഗരം മസാലയും ചേർക്കാം. ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ചേർക്കാം. അല്ലെങ്കിൽ ഹോൾ സ്പൈസസ് ഒന്ന് മൂപ്പിച്ചെടുത്ത് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ കടല കുക്കറിൽ വെന്തതിൻ്റെ വെള്ളം കുറച്ച് ചേർത്ത് ഇളക്കുന്നുണ്ട്. അതിനുശേഷം അല്ലാതെയും കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ മസാലകളെല്ലാം ഈവനായിട്ട് ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അന്നേരം നമുക്ക് കാണാം ഈ എണ്ണയൊക്കെ സൈഡിൽ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു പരുവം. പുട്ടിൻ്റെ കൂടെ ഒരു കടലക്കറി കിട്ടിയാൽ മതി. കേരളത്തിലുള്ള ആളുകൾ പറയും പ്രഭാത ഭക്ഷണം പൂർണ്ണമായി എന്ന്. ഏറ്റവും നല്ല കോമ്പിനേഷനാണ് പുട്ടും കടലയും അല്ലേ. ഇതിലേക്ക് നമുക്ക് ശകലം കൂടി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ടേസ്റ്റ് ചെയ്യുമ്പോൾ കുറവാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഓർക്കണം, നമ്മൾ കുക്കറിൽ കടല വേവിച്ചപ്പോൾ അതിനകത്ത് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റവിൽ നിന്ന് മാറ്റി നമ്മൾ കടലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ മസാലക്കൂട്ട്. അതിനുശേഷം ഇതൊന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരു ടിപ്പും കൂടി ഇവിടെയുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ച കടലയുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ചാറൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. seenasfoodbasket.com എന്ന എൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ പലരും കണ്ടു കാണും. പാലപ്പം, വെള്ളയപ്പം, ഇടിയപ്പം, ഹോം മെയ്ഡ് ഗരം മസാല പൗഡർ, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് റിട്ടൺ റെസിപ്പീസ് വെബ്സൈറ്റിലുണ്ട്. ഇവയുടെയൊക്കെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വെബ്സൈറ്റിൽ പ്രിൻ്റ് ഔട്ട് ഓപ്ഷൻ ഉള്ളതിനാൽ നിങ്ങൾക്ക് അത് എളുപ്പമാകും. പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നോക്കി കുക്ക് ചെയ്തെടുക്കാമല്ലോ. അതുപോലെ ഇതിവിടെ അടിപൊളി കേരള കടലക്കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ എൻജോയ് ചെയ്യുക. സീന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. See you in the next video. Bye bye.